ഈ അപ്പൻഡിക്സ് എപ്പോഴും നമ്മൾ ചെറിയ കുട്ടികളിലായിരിക്കും കേട്ടിട്ടുണ്ടാവും. എന്നാൽ വയസ്സായ ആളുകളിൽ അപ്പൻഡിക്സ് വന്നാൽ എന്ത് ചെയ്യും? വയസ്സായ ആളുകളിൽ അപ്പൻഡിക്സ് വരാൻ പല കാരണങ്ങളുണ്ട്. ഒന്നെങ്കിൽ നാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൻ്റെ അളവ് കുറയുക, അഥവാ ഡയറ്റ് ഫൈബറിൻ്റെ അളവ് കുറയുക, ഇമ്മ്യൂണിറ്റി കുറയുക, അതുപോലെ ബാക്കിയുള്ള ഡിസീസസ്, ഇപ്പോൾ ഹാർട്ട് ഡിസീസ്, ലൈക്ക് ഷുഗർ, പ്രഷർ അതുപോലത്തെ സംഗതികൾ, ഇതൊക്കെ ഉണ്ടാകുന്നത് അതിൽ വേറൊരു അപകടം കൂടിയുണ്ട്. കാര്യം ഈ വയസ്സായുള്ള ആളുകളിലുള്ള അപ്പൻഡിക്സ് നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ അത് ലേറ്റ് സ്റ്റേജസിലായിരിക്കും വരിക. കാര്യം അവരുടെ അബ്ഡോമിനൽ വാളിൻ്റെ മസിൽസ് കുറച്ച് പേശികളുടെ ഒക്കെ ശക്തി കുറവായിരിക്കും. അപ്പോൾ ഈ അപ്പൻഡിക്സിന് പല സ്റ്റേജസുകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവസാനം അത് പൊട്ടിയതിന് ശേഷം ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് ലക്ഷണങ്ങൾ വരിക. അപ്പോൾ നമ്മളടുത്ത് വരുന്ന സംഗതികൾ ഒട്ടുമിക്ക സ്റ്റേജസിലും നമ്മൾ ഈ അപ്പൻഡിക്സ് വയസ്സായവരിൽ കാണുന്നത് ലേറ്റ് സ്റ്റേജസിലാണ്. ഈ പ്രായമായവരുടെ അപ്പൻഡിക്സ് അത് ഒരുപക്ഷെ വേറെ രോഗങ്ങളുടെ ഭാഗമായിട്ട് വന്നതായിരിക്കാം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ കുടലിനുള്ള ക്യാൻസർ പോലത്തെ അവസ്ഥകൾ, അതുപോലെ ക്രോൺസ് ഡിസീസ്, അതുപോലെ നെയിംഡ് ആയിട്ടുള്ള രോഗം, നമ്മൾ പേരിട്ട് വിളിക്കുന്ന രോഗങ്ങൾ ഒരുപാടുണ്ട്. അതുപോലത്തെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. അതിന് തന്നെ നമ്മൾ പ്രധാനമായിട്ടും പ്രായമായവരിൽ അപ്പൻഡിക്സ് പോലത്തെ സംഗതികൾ സംശയിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സി ടി സ്കാൻ, അതല്ലെങ്കിൽ കൊളനോസ്കോപ്പി ചില പേഷ്യൻസിൽ നമ്മൾ സജസ്റ്റ് ചെയ്യും. അത് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊസീഡ് ചെയ്യണം.